പൊന്നാനി ഈഴുവത്തുരുത്തി കൃഷിഭവന്റെയും തവനൂരിലെ മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെ പൊന്നാനി നെയ്തല്ലൂർ സ്വദേശി അമ്പാട്ടുവളപ്പിൽ പ്രസാദ് നടത്തിയ ചീരകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പ്രശസ്തമായ വ്ളാത്താങ്കരയും വൈഗയും അടക്കമുള്ള ചീര ഇനങ്ങളാണ് പ്രസാദ് കൃഷി ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം ഭാഗങ്ങളിൽ ഏറെ പ്രചാരമുള്ള വ്ളാത്താങ്കര ചീര ഇനം പരീക്ഷണം എന്ന നിലയിലാണ് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രം കാർഷിക സർവകലാശാല മുൻനിര പ്രദർശനത്തോട്ടമായി തിരഞ്ഞെടുത്ത നെയ്തല്ലൂരിലെ പ്രസാദിന്റെ തോട്ടത്തിൽ വിളയിച്ചെടുത്തത്. ഈ പ്രാവശ്യം 4 തരം ചീരയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒന്ന് വ്ളാത്താങ്കര, വൈഗ, പിന്നെ ഗ്രീന്, അരുൺ. കൂടാതെ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വൈഗ എന്ന ചീര ഇനവും മികച്ച രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. നിരവധി ശാഖകൾ മുളയ്ക്കുന്ന വൈഗ ഇനം ആവശ്യത്തിന് മുറിച്ച് ഉപയോഗിക്കാം. കൂടാതെ 6 മാസം വരെ പൂവിടാതെ നിൽക്കുകയും ചെയ്യും. ഗ്രീൻ ഇനങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട്. ചീരകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പൊന്നാനി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല നിർവഹിച്ചു. വളരെ ആരോഗ്യത്തോടെ വിളഞ്ഞു നിൽക്കുന്നതായി നമുക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയും. അത് കാണിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് കൊയ്ത്തൊഴിഞ്ഞ പാടശേഖരങ്ങളിൽ വ്യാപകമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കൃഷിയാണ് ഈ ചീരകൃഷി എന്ന് കൃഷി ചെയ്ത് തെളിയിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട കർഷകൻ പ്രസാദ്. നമുക്ക് നമ്മുടെ നഗരസഭാ പ്രദേശത്ത് ഇത് എല്ലാ കൃഷിക്കാരുടെ ഇടയിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം തവനൂർ അതിൻ്റെ വലിയ ഒരു പിന്തുണ ഇതിനുണ്ട്. അവർ എന്തിനും സജ്ജമായി കൃഷിക്കാരുടെ കൂടെ നിൽക്കും എന്ന് നഗരസഭയ്ക്കും ഉറപ്പ് നൽകിയിരിക്കുകയാണ്, കൃഷിക്കാർക്കും ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതി FLD, അതായത് ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷൻ, മുൻനിര പ്രദർശനം എന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇത് വൈഗ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർഷിക സർവകലാശാല പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത ചീര ഇനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് അഖിൽ രാജ് വിശദീകരിച്ചു. സാധാരണ നമ്മുടെ ചീര കർഷകർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും പെട്ടെന്ന് പൂക്കുക എന്നതല്ലെങ്കിൽ ആദ്യമേ പിഴുതെടുക്കേണ്ടി വരുമെന്നൊരവസ്ഥ. ആ ഒരു അവസ്ഥ ഇതിനുണ്ടാകുന്നില്ല. ഇത് ഒരു 6 മുതൽ 7 മാസം വരെ, മിനിമം 6 മുതൽ 7 മാസം വരെ പൂക്കാണ്ട് തന്നെ നമുക്കിതിനെ വെട്ടി എടുത്ത് കുറേ പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിതിൻ്റെ ചുവട് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ നല്ലോണം മിനിമം ഉണ്ടോ കാണുന്നുണ്ടല്ലോ, എല്ലാം വരുന്നുണ്ട്. ഇഷ്ടംപോലെ ശാഖകൾ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നടുമ്പോൾ തന്നെ കുറച്ച് അകലത്തിൽ നടുകയാണെങ്കിൽ നമുക്ക് 6 മാസത്തോളം ഇതിനെ വെട്ടി ഉപയോഗിക്കാൻ പറ്റും. അതിൽ നിന്ന് കർഷകന് വലിയൊരു ലാഭം തന്നെ. പൊന്നാനി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ, ഇക്ബാൽ മഞ്ചേരി, ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസാദിന്റെ കൃഷിയിടത്തിൽ വിവിധ ഇനം വാഴകൾ, വിവിധ ഇനം പപ്പായ, വഴുതന, മുളകുകൾ, കൈപ്പയ്ക്ക, വെള്ളരി, മത്തൻ, ചിരങ്ങ, അരിനെല്ലി, കൊത്തമര, പുതിന, വെണ്ട, തണ്ണിമത്തൻ, പയർ തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. വിഷരഹിതമായ പച്ചക്കറികൾ കുടുംബത്തിന് നൽകുന്നത് പോലെ സമൂഹത്തിനും സമ്മാനിക്കുക, ജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പ്രസാദിനെ കാർഷിക മേഖലയോട് കൂടുതൽ അടുപ്പിക്കുന്നത്. NCV ന്യൂസ് പൊന്നാനി.